കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഓണിയൻ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നതെന്ന് കണ്ടു. ഇനി ഇപ്രാവശ്യം പറയാൻ പോണത് എങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു വാനിറ്റി ഓണിയൻ URL എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. ഇതിൽ ആദ്യം അതിന് മുമ്പേ എന്താണ് ഒരു ഓണിയൻ URL എന്ന് മനസ്സിലാക്കണം. ഒരു ഓണിയൻ URL എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ക്രിപ്റ്റോഗ്രാഫിയിലെ ഒരു പബ്ലിക് കീ ആണ്. പബ്ലിക് കീ അതേപോലെയല്ല, ആ പബ്ലിക് കീയുടെ എൻകോഡ് ചെയ്തിട്ടുള്ള, അതായത് പബ്ലിക് കീയുടെ ഒരു കുറച്ച് ഭാഗം എടുത്ത് അതിന്റെ, കാരണം പബ്ലിക് കീ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ഒരുപാട് ഡിജിറ്റ്സ് ഉള്ള ഒരു റാൻഡം ആയിട്ടുള്ള കുറെ ലെറ്റേഴ്സും ഫിഗേഴ്സും കൂടി വലിയൊരു ഒരു ടെക്സ്റ്റ് ആണ്. അതിന്ന് കുറച്ച് ഡിജിറ്റ് എടുത്ത് അതിനെ ഹാഷ് ചെയ്ത് ഹാഷിന്റെ ഒരു ബേസ് 32 എൻകോഡഡ് ആയിട്ടുള്ള ഒരു സ്ട്രിംഗ് ഫോർമാറ്റ് ആണ് ഈ നമ്മൾ കാണുന്ന ഈ ഓണിയൻ URL. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഈ ബേസ് 32 എൻകോഡിങ്, അതേപോലെ തന്നെ പബ്ലിക് കീ, പ്രൈവറ്റ് കീ, ക്രിപ്റ്റോഗ്രാഫി. കാരണം ഇത് വളരെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ഒരുപാട് സോഫ്റ്റ്വെയറിൽ, ഈവൻ എല്ലാ സോഫ്റ്റ്വെയറുകളിലും പലതരത്തിലുള്ള ക്രിപ്റ്റോഗ്രാഫിക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എങ്കിലും കുറച്ച് കാര്യങ്ങൾ, ഈ ഹാഷിംഗ് ഒക്കെ പോലുള്ള ടെക്നിക്കൽ ടേംസിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ക്രിപ്റ്റോഗ്രാഫിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നല്ലതായിരിക്കും. കാരണം ഇനിയുള്ള ഫ്യൂച്ചർ വീഡിയോസിൽ ഒരു ബ്ലോക്ക് ചെയിനെ കുറിച്ചും ബിറ്റ് കോയിനെ കുറിച്ചൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഈ ഹാഷിംഗ് തന്നെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് ഇതിന്റെ ഒരു ഏകദേശം ഒരു ധാരണയെങ്കിലും കിട്ടുള്ളൂ, എങ്ങനെയാണ് ഈ ബ്ലോക്ക് ചെയിൻ ഒക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് പിന്നെ നമ്മൾ വിശദമായിട്ട് എന്താണ് ഹാഷിംഗ്, എന്താണ് ബേസ് 32 എൻകോഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പിന്നെ പറയാം. ഇത്രയും മനസ്സിലാക്കുക, ഇതൊരു ഈ ഓണിയൻ URL എന്ന് പറഞ്ഞാൽ ഒരു അസിമെട്രിക് ക്രിപ്റ്റോഗ്രാഫിയുടെ ഭാഗമായിട്ട് ഒരു പ്രൈവറ്റ് കീ, അസിമെട്രിക് ക്രിപ്റ്റോഗ്രാഫിയിൽ ഒരു പ്രൈവറ്റ് കീയും പബ്ലിക് കീ, രണ്ട് കീസ് ഉണ്ടാവും. അതിൽ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ രഹസ്യ സ്വഭാവമുള്ളതായിരിക്കും. പബ്ലിക് കീ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റുന്നത്, ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഇതിൽ പബ്ലിക് കീ ആണ് യഥാർത്ഥത്തിൽ ഈ ഓണിയൻ URL. പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞാൽ ആ വെബ്സൈറ്റ് ഓണറുടെ കയ്യിൽ രഹസ്യമായിട്ട് ഉപയോഗിക്കേണ്ട, ആ സൈറ്റിന്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥാവകാശം ക്ലെയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഉടമസ്ഥന് കയ്യിൽ മാത്രമായിരിക്കും ആ പ്രൈവറ്റ് കീ ഉണ്ടാവുള്ളൂ. പ്രൈവറ്റ് കീ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ URL നഷ്ടപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കണ്ടു എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്ത് നിങ്ങൾ ഹിഡൻ സർവീസ് എനേബിൾ ചെയ്ത ഉടൻ തന്നെ അതിൽ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പ്രൈവറ്റ് പബ്ലിക് കീ ജനറേറ്റ് ആയിട്ട് ഒരു URL ഉണ്ടാക്കിയത് നിങ്ങൾ ഉണ്ടായത് കണ്ടു തന്നെ. അപ്പൊ അത് സിസ്റ്റം തനിയെ ജനറേറ്റ് ചെയ്യണം. പക്ഷെ അതിലൊരു മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു URL ആണ് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് അതല്ല ആവശ്യം. നമുക്ക് ആവശ്യം എന്താണ്? നമുക്ക് ആവശ്യം ഒരു കുറച്ചെങ്കിലും പെട്ടെന്ന് ഓർത്തു വെക്കാൻ പറ്റിയ കുറച്ചൊരു ഫാൻസി ടൈപ്പ് ആയിട്ടുള്ള ഒരു URL ആണ് നമുക്ക് ആവശ്യം. അപ്പൊ ഇതിന് ഇങ്ങനെ ഒരു URL ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം. നമ്മൾ അതിനായിട്ടുള്ള കുറെ തരം സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറെ സോഫ്റ്റ്വെയർസ് ആണ്. അതിൽ ഷാലോട്ട്, ഷാലിയൻ, അതേപോലെ തന്നെ MKP224O, അതുപോലെ അങ്ങനെ പിന്നെ ഒരു ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടുള്ള 1-2 സോഫ്റ്റ്വെയർസ്, അങ്ങനെയുള്ള കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയറുകളെല്ലാം പ്രധാനമായിട്ട് ഈ ലിനക്സ്, യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തതാണ്. അതിൽ വിൻഡോസിൽ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ, അതിൽ ഷാലിയൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വിൻഡോസിൽ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ അതൊന്നും വിൻഡോസിൽ കമ്പൈൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റലേഷൻ ഫയലായിട്ടോ എക്സിക്യൂട്ടബിൾ ഫയലായിട്ടോ തന്നിട്ടില്ല. അവരതിന്റെ സോഴ്സ് കോഡ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് വിഷ്വൽ സ്റ്റുഡിയോ പോലുള്ള ഏതെങ്കിലും C കമ്പൈലർ ഉപയോഗിച്ചിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് എക്സിക്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പേഴ്സണലി ഷാലിയൻ യൂസ് ചെയ്തിട്ടില്ല. ഷാലോട്ട് തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ ഞാൻ ലിനക്സിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൽ ലിനക്സിൽ വളരെ ഈസിയാണ്. അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മേക്ക് കമാൻഡ് ഉപയോഗിച്ച് അത് കമ്പൈൽ ചെയ്യാൻ പറ്റും. കമ്പൈൽ ചെയ്തിട്ട് അതിനെ നിങ്ങൾക്ക് ഒരു ആ സോഫ്റ്റ്വെയർ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഒരു ഓണിയൻ URL അതിന്റെ പ്രൈവറ്റ് കീയും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത്തരത്തിൽ ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള കറക്കിക്കുത്തലാണ്. നിങ്ങൾക്ക് ആദ്യമേ പ്രൈവറ്റ് കീയും പബ്ലിക് കീയും ഉണ്ടാക്കിയിട്ട് അതിനെ URL ആക്കി കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതാണ് സ്ട്രൈറ്റ് പ്രോസസ്സ്. പക്ഷെ നിങ്ങൾ ഇവിടെ ചെയ്യണത് തന്നെ റിവേഴ്സ് പ്രോസസ്സാണ്. റിവേഴ്സ് പ്രോസസ് തന്നെ ആദ്യം ഒരു URL കണ്ടീഷൻ പറയണം, എനിക്ക് URL വേണം, അതിന്റെ പ്രൈവറ്റ് കീയും പബ്ലിക് കീയും ഉണ്ടാക്കി തരാം. അത് ടെക്നിക്കലി അത് പോസിബിൾ അല്ല. കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു URL ഈ ഒരു കീ വരുന്ന പറയാൻ
പറയാൻ പറ്റില്ല. ഇന്ന കീക്ക് ഇന്ന URL ഉണ്ടാവും എന്ന് പറയാൻ പറ്റും. ഈ റിവേഴ്സ് ആയിട്ടുള്ള പ്രോസസ് എന്ന് പറഞ്ഞാൽ അത് കറക്കിക്കൊത്തലാണ്. അതായത് അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് ഓരോരോ കോമ്പിനേഷൻസ് ആയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ആ ട്രൈയിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് പവറിനെ ആശ്രയിച്ചിരിക്കും. ഈ ഇപ്പൊ നമ്മൾ വേർഷൻ 2ന്റെ കാര്യമാണ് പറയുകയാണെങ്കിൽ, വേർഷൻ 2 ഹിഡൻ സർവീസിന്റെ കാര്യമാണ് പറയുകയാണെങ്കിൽ അതിൽ 16 ഡിജിറ്റിലെ ഒനിയൻ URL ആണ്. നിങ്ങളുടെ ഒരു 1.5 ഗിഗാഹെർട്സിന്റെ അല്ലെങ്കിൽ ഒരു 1.2 ഗിഗാഹെർട്സിന്റെ ഒരു PC ആണെങ്കിൽ, ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ അതില് ഒരു ക്യാരക്ടറിൽ തുടങ്ങുന്ന ഒരു ഒനിയൻ URL ആണെങ്കിൽ ഏകദേശം വിത്തിൻ മൈക്രോ സെക്കൻഡ് കൊണ്ട് തന്നെ അതുണ്ടാവും. അതേപോലെ തന്നെ 2 ക്യാരക്ടർ ആണെങ്കിൽ ഒരു കുറച്ച് മില്ലി സെക്കൻഡിൽ ക്രിയേറ്റ് ആവും. ഒരു 3 ക്യാരക്ടർ ആണെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് ക്രിയേറ്റ് ആവും. ഒരു അതേപോലെ തന്നെ ഒരു 3, 4, 5 ക്യാരക്ടർ വരെ വലിയ കുഴപ്പമില്ലാതെ പോകും. 5 ക്യാരക്ടറിലേക്ക് കൂടി കഴിഞ്ഞാൽ പിന്നെ സമയം കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ 6 ക്യാരക്ടർ ആണെങ്കിൽ 6-7 മിനിറ്റ് എടുക്കാറുണ്ട്. ചിലപ്പോൾ 7 പിന്നെ ഒരു ക്യാരക്ടർ കൂടുമ്പോൾ ഈ മിനിറ്റ് എന്നുള്ളത് മണിക്കൂറിലേക്കാണ് മാറുക. ഇപ്പൊ 7 ക്യാരക്ടറുള്ള ഒരു ഒനിയൻ URL നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ എടുക്കും. അതേപോലെ തന്നെ 9 ക്യാരക്ടർ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളാണ് എടുക്കുക. ഒരു വർഷമൊക്കെ എടുക്കും. നിങ്ങളുടെ ഈ ഒരു ചെറിയൊരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ വെച്ചിട്ട് ഒരു 9 ക്യാരക്ടറുള്ള ഒനിയൻ URL ഉണ്ടാക്കാൻ തുടങ്ങി ചിലപ്പോൾ 1 വർഷം, 1.5 വർഷം, 2 വർഷമൊക്കെ എടുക്കാൻ ചാൻസ്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് എങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്യും? അപ്പൊ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പവർ CPUs യൂസ് ചെയ്യണം. അതല്ലെങ്കിൽ ഡാറ്റാ സെന്റർ പോലെ ഒന്നിലധികം CPUs കൂടി ചേർന്നിട്ട് ഷെയർ ചെയ്തിട്ട് പ്രോസസിങ് പവറിനെ ഷെയർ ചെയ്തുകൊണ്ടുള്ള URL ക്രിയേറ്റ് ചെയ്യും. ഇനി നമ്മൾ ഒരു ബേസിക് ആയിട്ട് ഇതേപോലത്തെ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് ചെറുതായിട്ട് ഒരു 4, 5 ഒരു 5 ഡിജിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒനിയൻ URL എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഒനിയൻ URL ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ എഷാലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഡെമോ പർപ്പസിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് വിൻഡോസിലല്ല ചെയ്യുന്നത്. ലിനക്സിന്റെ മിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെസ്ക്ടോപ്പ് വേർഷനാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് എന്റെ ഡെസ്ക്ടോപ്പിൽ വെച്ചിട്ടുണ്ട്. എഷാലോട്ട് മാസ്റ്റർ എന്നാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫയലിന്റെ ഇത് സിപ്പ് ഫോർമാറ്റിലാണ്. അൺസിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എഷാലോട്ട് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ടെർമിനൽ കമാൻഡിൽ പോവുക. ടെർമിനൽ കമാൻഡിൽ പോയിട്ട് നമുക്ക് ഇതിനെ കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിനായിട്ട് മേക്ക് ക്ലീൻ എന്നുള്ള ഒരു കമാൻഡ് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം മേക്ക് കമാൻഡ് കഴിഞ്ഞാൽ അത് കമ്പൈൽ ആവും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഈ ഒനിയൻ URL ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് കമാൻഡ്സ് ആണ് ടൈപ്പ് ചെയ്യുന്നത്, അതിൽ റീഡ്മി എന്നുള്ള ഒരു ഫയൽ ഉണ്ട്. ആ ഫയലിൽ ഒരുപാട് കമാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഏതാണ് നിങ്ങളുടെ സൗകര്യം ഇതിനനുസരിച്ച്, നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് എടുക്കുന്നത്. ഈ എഷാലോട്ട് p hello result.txt എന്നുള്ള ആ കമാൻഡ് ഞാൻ കോപ്പി ചെയ്തിട്ട് ഇതിൽ പേസ്റ്റ് ചെയ്ത് എന്താ ഉണ്ടാവുമെന്ന് നോക്കാം. ഈ കമാൻഡ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിൽ തുടങ്ങുന്ന ഒരു ഫാൻസി URL ക്രിയേറ്റ് ചെയ്ത് result.txt എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയലിൽ സേവ് ആക്കും. ഇപ്പൊ results.txt എന്ന് പറഞ്ഞാൽ അത് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ വേണമെങ്കിൽ എന്റെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ abc.txt test.txt എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇതിൽ ഇപ്പൊ നോക്കാം 5 ഡിജിറ്റുള്ള URL. ഇത് എത്ര നേരം കൊണ്ട് ജനറേറ്റ് ആവും നോക്കാം. ഇത് ഞാൻ കമാൻഡ് എൻ്റർ ചെയ്തു. ഒരു 2-3 സെക്കൻഡിനുള്ളിൽ ഇത് ക്രിയേറ്റ് ആവും. അങ്ങനെ 3 സെക്കൻഡിനുള്ളിൽ അത് ക്രിയേറ്റ് ആയി. ഇത് എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുക? നിങ്ങൾ ആ result.txt എന്നുള്ള ആ ഫയൽ ഒന്ന് തുറന്നു നോക്കുക. ഇതേ ഫോൾഡറിൽ തന്നെ ആ results.txt എന്ന് പറഞ്ഞിട്ട് തുറന്നിട്ടുണ്ടാവും. ഇപ്പൊ നോക്കൂ, ഹലോയിൽ തുടങ്ങുന്ന ഒരു URL അതിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഹലോ FEQBLJLFDK6.union എന്ന് പറഞ്ഞിട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇപ്പൊ ഇതിൽ എത്ര ഡിജിറ്റ് ആണ്? ഇത് 5 ഡിജിറ്റ് ആണ്. നമുക്കിനി ഒരു ഡിജിറ്റ് ഒന്ന് കൂട്ടി നോക്കാം. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ പേരിൽ തുടങ്ങുന്ന ഒരു ഒനിയൻ URL ആണ് വേണ്ടത്. ഈ കമാൻഡ് തന്നെ നിർത്തിക്കൊണ്ട് ഈ ഹലോയ്ക്ക് പകരം ഞാൻ എന്റെ പേര് ടൈപ്പ് ചെയ്തു. ഇപ്പൊ എന്റെ പേര് ടൈപ്പ് ചെയ്തു, SUJTH ഞാൻ ടൈപ്പ് ചെയ്തു, സുജിത്ത് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ഇപ്പൊ നോക്കാം, ഒരു ഡിജിറ്റ് കൂടിയിട്ടുള്ളൂ. പക്ഷെ നേരത്തെ ഒരു 4-5 സെക്കൻഡ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് ഇതിന് കുറച്ച് നേരം കൂടി കുറച്ച് അധികം സമയം എടുക്കും. ഇങ്ങനെ ഓരോ ഡിജിറ്റും കൂടുന്തോറും ഇതിങ്ങനെ ഇതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഈ ഫേസ്ബുക്ക് ഒക്കെ ഇതുപോലെ എങ്ങനെയാ ചെയ്തിട്ടുണ്ടാവും? ഇപ്പൊ ഫേസ്ബുക്ക് core www.i.onion എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു 16 ഡിജിറ്റുള്ള URL ആണ് ഫേസ്ബുക്ക് ഉണ്ടാക്കിയത്. അപ്പൊ ഫേസ്ബുക്കിന് ഇപ്പൊ ഇത് ഉണ്ടാക്കണമെങ്കിൽ ആ കണക്ക് നമ്മൾ ആ ചാർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് വർഷം എടുക്കും. പക്ഷെ ഇതിപ്പോ ഇതിന്റെ ഒരു ചെറിയൊരു ഡെസ്ക്ടോപ്പ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു i3 പ്രോസസർ പോലെ ഡെസ്ക്ടോപ്പ് ആണ്. അപ്പൊ ഇതിന്റെ വെച്ചാൽ പ്രോസസിംഗ് കപ്പാസിറ്റി കൂടുതല. ഫേസ്ബുക്ക് എന്താ ചെയ്യുന്നത്? അവരൊരു വലിയൊരു ഡാറ്റ സെന്റർ തന്നെ ഇതിനായിട്ട് യൂസ് ചെയ്തു. എന്നിട്ട് ഡാറ്റാ സെന്റർ യൂസ് ചെയ്തിട്ട് ഒരുപാട് ത്രെഡ്സിൽ ഇങ്ങനെ ഫേസ്ബുക്ക് എന്ന് തുടങ്ങുന്ന URLs FACEBOOK 8 ഡിജിറ്റിൽ തുടങ്ങുന്ന കുറെ
കുറെ മെഷീനുകളിൽ കുറെ ത്രെഡ്സിൽ സ്റ്റാർട്ട് ചെയ്തു ഫേസ്ബുക്കിൽ തുടങ്ങുന്ന URLs കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടി അവസാനം അവർക്ക് കുറച്ച് ക്രൈറ്റീരിയയും കൂടി സെറ്റ് ചെയ്തപ്പോൾ അവർക്ക് കുറെ URLs ജനറേറ്റ് ചെയ്തപ്പെട്ടതിൽ കുറച്ച് നല്ല ഒരു URL ആയിട്ട് ഫേസ്ബുക്ക് കോർ WWWI എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു URL അവർക്ക് കിട്ടി. അതിൽ അവര് ഫേസ്ബുക്ക് തന്നെ പറഞ്ഞിട്ട് അത് വളരെ ലക്കിലിയാണ് അവർക്ക് കിട്ടിയതെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇത് പിന്നെയും ഒരുപാട് വർഷം, പക്ഷെ എന്നാൽ ഇത്രയും ഇതിന് ഫേസ്ബുക്കിന് തന്നെ അങ്ങനത്തെ ഒരു URL ക്രിയേറ്റ് എടുക്കാൻ തന്നെ ഒരുപാട് അവരുടെ ഡാറ്റാ സെന്ററിൽ ഒരാഴ്ചയോളം ട്രൈ ചെയ്യേണ്ടി വന്നു എന്നൊക്കെയാണ് ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ. പക്ഷെ ഫേസ്ബുക്ക് ഒരു ഒഫീഷ്യലായിട്ട് അങ്ങനെ ഒരു കൺഫർമേഷൻ ഒന്നും കൊടുത്തില്ല. ഫേസ്ബുക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിത് ഇങ്ങനെ ഓരോരോ കണ്ടീഷൻസ് ആയിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തു, ഞങ്ങനെ പല ത്രെഡ്സിൽ ഞങ്ങൾ ഇങ്ങനെ പരീക്ഷിച്ചപ്പോൾ ഞങ്ങൾക്ക് വളരെ ലക്കിലി ഇങ്ങനെ നല്ലൊരു URL കിട്ടി എന്ന് ആണ് ഫേസ്ബുക്ക് പറഞ്ഞത്. ഇപ്പൊ നോക്കൂ, ഇത്ര നേരമായിട്ട് നമ്മുടെ URL ജനറേറ്റ് ആയിട്ടില്ല. നമ്മുടെ ഞാൻ സുജിത് എന്നുള്ള ഒരു പേര് കൊടുത്തത് ഇതുവരെ ഇത്ര നേരമായിട്ടും ജനറേറ്റ് ആയിട്ടില്ല. ഇനി എന്ത് ചെയ്യണം? ഇതിൽ ജനറേറ്റ് ആയി കഴിഞ്ഞാൽ കിട്ടുന്ന ആ പ്രൈവറ്റ് കീ കോപ്പി ചെയ്യാം. അതായത് RSA പ്രൈവറ്റ് കീ സ്റ്റാർട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള RSA പ്രൈവറ്റ് കീ എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള അതിന് രണ്ടിന്റെ ഇടയ്ക്കുള്ള പ്രൈവറ്റ് കീ കോപ്പി ചെയ്യാം. ഈ പ്രൈവറ്റ് കീ കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു, നിങ്ങളൊരു ഹിഡൻ സർവീസിന്റെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫോൾഡറിനകത്ത് ഒരു ഹോസ്റ്റ് എന്നുള്ള ഒരു ഫയലും ഒരു പ്രൈവറ്റ് കീ എന്നുള്ള ഒരു ഫയലുണ്ട്. ആ പ്രൈവറ്റ് കീയിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്ത പ്രൈവറ്റ് കീ മാറ്റിയിട്ട് അതിനെ ഇത് പേസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഏകദേശം നമ്മുടെ ആ ഒരു URL ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആ എഗൈൻസ്റ്റ് results.txt തുറന്നു നോക്കുക. ഇപ്പൊ നോക്കൂ, ഒരു ക്രിയേറ്റ് ചെയ്ത് ഒരു പുതിയ URL കിട്ടി, സുജിത് SUJITH B5FK2IE അപ്പൊ ഇങ്ങനെ 6 ഡിജിറ്റുള്ള URL കിട്ടി. പിന്നെ ഞാൻ ചെയ്യേണ്ടത് ഇതിന്റെ ഈ പ്രൈവറ്റ് കീ കോപ്പി ചെയ്തിട്ട് നമ്മൾ ആ ഹിഡൻ സർവീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആ ഫോൾഡറിൽ ഇത് പേസ്റ്റ് ചെയ്യുക. അതോടെ നിങ്ങളുടെ ഈ URL നിങ്ങളുടെ ഫാൻസി URL ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓണിയൻ വെബ്സൈറ്റ് നിങ്ങൾ ഹോസ്റ്റ് ചെയ്യപ്പെട്ടു. ഇതാണ് ഈ ഒരു ഓണിയൻ വെബ്സൈറ്റ് എങ്ങനെയാണ്, ഒരു ഓണിയൻ ഫാൻസി URL എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു ഡെമോ. ഇത് എത്രത്തോളം ഡിജിറ്റ്സ് കൂടുന്നുണ്ടോ അത്രത്തോളം കൂടുതൽ നിങ്ങളുടെ CPU പവർ വേണം. അതുപോലെ തന്നെ അത്രത്തോളം കൂടുതൽ സമയമെടുക്കും ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ. ഇപ്പൊ ഞാനിതിൽ ഒരു ഡിജിറ്റ് കൂടി കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം ഇത് ഇതിന്റെ കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പൊ സുജിത് കുമാറിൽ SUJITHK എന്നുള്ളതും കൂടി വേണമെങ്കിൽ ചിലപ്പോൾ ഇതൊന്ന് ഫുൾ ഇതിങ്ങനെ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോഴേക്കും ചിലപ്പോൾ അത് ജനറേറ്റ് ആയിട്ട് കിട്ടിയിരിക്കും. ഇതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഇതേപോലെ നിങ്ങൾക്കും ഓണിയൻ URLs ക്രിയേറ്റ് ചെയ്യാം. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കണം, എന്തിനു വേണ്ടി ഉപയോഗിക്കരുത് എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, മോശം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. എന്തായാലും നമ്മൾ ഒരു പുതിയ വിഷയവുമായിട്ട് ഈ വിഷയം ഇതോടെ നിർത്തുകയാണ്. ഒരു പുതിയ വിഷയമായിട്ട് അടുത്ത വീഡിയോ തയ്യാറാക്കാം. അതുവരെ നമസ്കാരം.